ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവരും അവധിയായിട്ട് ചില്ല് ചെയ്യുമായിരിക്കും. ഈ ആഴ്ച നമ്മുടെ അടുത്തേക്ക് എത്തിയേക്കുന്നത് ആരാണെന്നറിയാമോ? ലച്ചും ചിറ്റും ചിറ്റപ്പനും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവധിയാണ്, എനിക്കും അവധിയാണ്. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് പൊളിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഐക്യയിലാണ് ഗൈസ്. യെസ്, യെറ്റ് അനദർ ഐക്യ ടൂറാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ? ഇപ്രാവശ്യം ലച്ചു എൻ്റെ കൂടെ തന്നെ ആയിരുന്നത്. ആളെ എങ്ങനെയെങ്കിലും ക്യാമറയിൽ സംസാരിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 ഞാൻ പയറ്റുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും ആൾ പിടി തരുന്നില്ല. ഇത്രയും നേരം ചലച്ചോണ്ടിരുന്നതായിരുന്നേ. ഇപ്പോൾ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് ലച്ചുനെ പോലെ മിണ്ടാത്തൊരാൾ വേറെ ഇല്ല. നാളാണോ ലച്ചു? ക്യാമറ ഷൈ ആണോ? എന്താണെന്നറിയില്ല ഗൈസ്, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ക്യാമറ ഷൈ ആണ്. ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സ്റ്റേജിൽ എന്താണ് താങ്കൾ ഫീൽ ചെയ്യുന്നത്? അതായത് മറ്റേ എക്സാമൊക്കെ കഴിഞ്ഞു, അടുത്ത പുതിയ കോളേജിലേക്കൊക്കെ പോകണം. ഈ ഒരു സ്റ്റേജിൽ എന്താണ് താങ്കളുടെ ഫീലിംഗ്? ഫ്രീഡം. ഇത്ര നാൾ നിനക്ക് ഫ്രീഡം ഇല്ല എന്നാണോ നീ പറയുന്നത്? അതായത് ഇത്ര നാളും പഠിച്ച് അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിയെന്നുള്ള ഫ്രീഡം ആണോ? ഓക്കെ. ആർ യു എക്സൈറ്റഡ് ഫോർ യുവർ ഫ്യൂച്ചർ കോളേജ്? എക്സൈറ്റ്മെന്റ് ഇല്ല? ഇപ്പൊ എന്താ ഫീലിംഗ് ഉള്ളേ? നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഐക്യ ലച്ചു പോയിട്ടുണ്ടോ ഇതുവരെ? എത്ര നാളായി ഹൈദരാബാദിൽ വന്നിട്ട്? 14 ഇയേഴ്സിൽ ഇതുവരെ ഐക്യ പോയിട്ടില്ല. ഐക്യ ഇപ്പഴാണ് വന്നേ? 14 വർഷമായില്ല എന്നാലും 14 വർഷം ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ ഐക്യ പോയില്ലെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സമയമില്ലായിരുന്നു, ഞാൻ വളരെ ബിസിയായി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ അതുകൊണ്ട് താങ്കൾ ഫ്രീ ആണെന്നാണോ പറയുന്നത്? അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ ഫ്രീ ടൈം നമുക്ക് ഐക്യ ഇറങ്ങി വിനിയോഗിക്കാമെന്നാണോ താങ്കളുടെ? വിനിയോഗിക്കാമെന്ന്, സ്പെൻഡ് ചെയ്യാന്ന്. കുട്ടി ഇംഗ്ലീഷ് മീഡിയം ആണ് ഗൈസ്, മലയാളം അറിയില്ല. തെലുങ്ക് അറിയാമോ ലച്ചു? തെലുങ്കിൽ എങ്ങനെയാ പറയുന്നത്? സോറി, യു ഡോണ്ട് നോ. ഇറ്റ്സ് റിയലി ഹോട്ട് ഔട്ട്സൈഡ് ഗൈസ്. പിന്നെ നമ്മൾ വണ്ടിക്കുള്ളിലായതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിച്ചേർന്ന് ഗൈസ്. അപ്പോൾ ചിറ്റ, നമ്മൾ ഐക്യ പോവാൻ എക്സൈറ്റഡ് ആണോ ചിറ്റ? ആണോ? അപ്പോൾ എല്ലാവരും വന്നാട്ടെ, നമ്മൾ ഐക്യയിലെത്തി. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നാട്ടെ. കം ഓൺ എവരിബഡി, ലെറ്റ്സ് റോക്ക് ദ പാർട്ടി. എസ്കലേറ്ററിൽ കയറി വേണം ഗൈസ് അകത്തേക്ക് പോകാൻ. എനിക്കും പേടിയാണ്, ചിറ്റയ്ക്കും പേടിയാണ്. നമ്മൾ ഒരു വിധത്തിലാണ് കയറി മുകളിലോട്ട്. പേടിയാണോ? ഇല്ല. നിങ്ങൾ എക്സ്പേർട്ട് ആണോ എസ്കലേറ്ററിൽ കയറാൻ? അല്ല. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ദേവൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒന്നും നടന്ന് കാണാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ആ കുറവ് നമ്മൾ ഇപ്രാവശ്യം നികത്തും. സാവധാനം വിശാലമായിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ കണ്ട ആ ഗ്ലോബ് പോലത്തെ ലൈറ്റ് ഞാൻ ഇവരെയും കാണിച്ചു. 2 പേരും ഏപ്പം തോപ്പം അത് വലിക്കുവാണ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഓപ്പണായി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. 2 ആൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇത് വാങ്ങിച്ച് നാട്ടിലെ വീട്ടിലിടാനുള്ള പ്ലാൻ തുടങ്ങി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ മിററുകളാണ്. ആൾക്കാർ ഇവിടെ സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. ഈ സെക്ഷൻ നിറയെ ഫ്ലവേഴ്സ് ആണുള്ളത്. കുറേ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സും ഫ്ലവർ വേസസും ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് വെട്ടം വരുന്നുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. സൺകിസ്ഡ് ഫോട്ടോ വിത്ത് സൺഫ്ലവർ എന്ന് ലച്ചു അതിന് ക്യാപ്ഷനും കൊടുത്തു. ഈ സെക്ഷൻ ഫുള്ള് ടോയ്സ് ആണ്. ലാസ്റ്റ് ടൈം ഞാൻ നമ്മുടെ പോളാർ ബിയറിനെ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ കുറേ ഷാർക്കും ലയണും ടൈഗറും കുറേ ആനിമൽസ് ഉണ്ട്. എനിക്ക് എല്ലാം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നടന്ന് ഫേർണിച്ചർ സെക്ഷനിലോട്ട് വന്ന് എത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ഫേർണിച്ചറാണ് ഇവിടെ മൊത്തം ഉള്ളത്. എങ്ങനെയുണ്ട്? നല്ല കംഫി സെറ്റപ്പ് ആണോ? ഇത് വാങ്ങിക്കുന്നുണ്ടോ? ലച്ചുവിൻ്റെ നാട്ടിലെ വീട്ടിലേക്ക് വേണ്ടി നമ്മൾ ഈ ഫേർണിച്ചർ ഫിക്സ് ചെയ്യാണ് നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കയറ്റി അയക്കാനുള്ള പ്ലാൻ. 10 വർഷം കഴിഞ്ഞിട്ട് ലച്ചു ആക്ച്വലി സെറ്റിലായി. പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വാങ്ങിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിടുന്നതേ ഉള്ളൂ. സെറ്റിലായി. എപ്പോഴാണ് സെറ്റിലാവുന്നത്? 15 വർഷം കഴിഞ്ഞ് നമ്മൾ ഇത് സെയിം ഫേർണിച്ചറാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്. ഇതാ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കോഫി ഡേറ്റിന് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ഫർണിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയേക്കുന്നത് കിച്ചൺ സെക്ഷനിലോട്ടാണ്. എ പ്രോപ്പർ കിച്ചൺ വിത്ത് ഓൾ ദ എസെൻഷ്യൽ തിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ആശാബേട്ടി ഓരോന്നും തുറന്ന് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഇതേ മോഡലിൽ നാട്ടിൽ ചെയ്യാം, ഇവിടുത്തെ വീട്ടിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കിച്ചണും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡൈനിങ് ടേബിൾ സെറ്റും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ആണെങ്കിൽ പോലും ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു ഷെൽഫുണ്ട്. ഡൈനിങ് ടേബിളും ചെയേഴ്സും എല്ലാം വൈറ്റ് ആണ്, അതേപോലെ തന്നെ ഷെൽഫിൻ്റെ കളറും വൈറ്റ് ആണ്. റൂമിന് നന്നായിട്ട് മാച്ച് ആവുന്ന കളർ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ഗ്ലാസസും പ്ലേറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സാധനത്തിനും സെപ്പറേറ്റ് പ്രൈസ് ടാഗും കാണാം. തൊട്ടാ പൊള്ളുന്ന വില ആയതുകൊണ്ട് കണ്ടാസ്വദിക്കാൻ മാത്രമേ നിർവാഹം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഉള്ളൊരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇതേപോലത്തെ സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള വിഷയത്തിൽ ചർച്ച നടത്തി. കിച്ചൺ കഴിഞ്ഞ് നേരെ നമ്മൾ ബെഡ്റൂമിലെത്തി. ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ബെഡ്റൂം സെറ്റപ്സ് കണ്ടു. നല്ല ഭംഗിയുള്ള ബെഡും മാട്രസും ബ്ലാങ്കറ്റും ഒക്കെ ആയിട്ട് കിടന്ന അപ്പം ഉറങ്ങിപ്പോകുന്ന സെറ്റപ്പായിരുന്നു. ബെഡ്റൂമിൽ നിന്ന് എണ്ണീറ്റ് ഒന്ന് വാഷ്റൂമിലും പോയി. അവിടെ ഗ്ലാസ് ഉള്ള കുളിമുറിയിൽ ഷവറിലൊരു കുളിയും പാസ്സാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും വിശപ്പായി. നമ്മളൊരു ക്യാപ്പച്ചീനോയും ഒരു ചീസ് കേക്കും ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ചിറ്റ ആദ്യമായിട്ടായിരുന്നു ചീസ് കേക്ക് കഴിക്കുന്നത്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ എക്സ്പ്രഷനായിരുന്നു ഇത്. എനിക്ക് പിന്നെ ചീസ് കേക്ക് പണ്ടേ ഇഷ്ടമാണ്. ആദ്യമായിട്ട് കഴിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം ഷോപ്പിംഗ് കഴിഞ്ഞു. ഇതൊക്കെ എന്തൊക്കെ വാങ്ങിച്ചത് സാധനം ഞങ്ങൾ റിവ്യൂലില്ല. യു കം ബാക്ക് അഗൈൻ. എന്ത് വാങ്ങിക്കാനാണ് വരുന്നത്? പ്ലാൻസ് വരാൻ പോകുന്നത്. ഇത് എന്ത് വാങ്ങിക്കാനാണ് വരുന്നത്? മോഡുലാർ കിച്ചൺ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ നിങ്ങൾ ഈ മേഖലയായിരിക്കും. ചിറ്റയ്ക്ക് എന്താ വേണ്ടേ? മോഡുലാർ കിച്ചൺ അത് വാങ്ങിക്കുന്നു. കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാൻ ഞങ്ങൾ ഇനി വരും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഐക്യ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചിറ്റ ഐക്യ? സൂപ്പർ. റിവ്യൂ ഐക്യയെ പറ്റിയുള്ള റേറ്റൊക്കെ സാധനങ്ങൾ കുറച്ച് കൂടുതലാണ്. എക്സ്പെൻസീവ് ആണോ? നമുക്ക് അഫോർഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വന്ന് കണ്ടു പോകാനായിട്ട് കുഴപ്പമില്ല. കണ്ടിട്ട് പോരാനായിട്ട് കൊള്ളാമോ? നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുമോ? ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ, സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. എല്ലാവരും ബൈ പറ.